നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് കണക്കിലെടുക്കേണ്ട പാലായിലെയും പൂഞ്ഞാറിലെയും വരുമ്പോഴത്തേക്ക് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 21 കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ 3 ഇരട്ടിയാണ് ഷോൺ ജോർജ് അവിടെ ഇപ്രാവശ്യം വോട്ട് പിടിച്ചിരിക്കുന്നത്. അവിടെ ക്രൈസ്തവർ ഷോൺ ജോർജിന് നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അവിടെ എൻ ഡി എ നേതൃത്വം പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. BDJSൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ RSS BJP നേതൃത്വം പ്രതീക്ഷിച്ചിരുന്ന ഹൈന്ദവ വോട്ടുകൾ ഷോൺ ജോർജിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഒരു മുന്നണി മര്യാദയുടെ പേരിൽ അവർക്ക് ചിലപ്പോൾ അത് ഒരിക്കലും ഉന്നയിക്കാൻ സാധിക്കില്ല. പക്ഷെ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായ നേതാവ് ഒരാഴ്ചയോളം പൂഞ്ഞാറിൽ ക്യാമ്പ് ചെയ്താണ് PC ജോർജിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ടുകൾ മറിച്ചത്. അതിനോടൊപ്പം തന്നെ സുഡാപ്പികൾക്കൊപ്പം ചേർന്നുകൊണ്ട് മറിച്ചത്. സമാനമായിട്ട് ആ ഒരു എഫക്റ്റ് ഇപ്രാവശ്യവും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇതോടൊപ്പം തന്നെ പൂഞ്ഞാറിൽ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു ചാനൽ നമ്മൾ പൊതുവായിട്ട് ഇലക്ഷൻ സംബന്ധിച്ച ചർച്ചകൾ സംഘടിപ്പിക്കുമല്ലോ. അപ്പോൾ ആ ചാനൽ ചർച്ചയുടെ ഇടയിൽ അവിടുത്തെ വർഷങ്ങളായി BJPയുടെ ഒരു ലോക്കൽ നേതാവായിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ CPMനോട് ചോദിച്ചു, നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ സിമൻ്റ് നാണുവെന്ന് വിളിച്ച് ആക്ഷേപിക്കാറില്ലേ? അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചല്ല ചോദിച്ചത്, CPM അങ്ങനെ അപമാനിക്കാറില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നതിനെ അവരത് വളച്ചൊടിച്ച് അതിനെതിരെ BDJSൻ്റെ 1-2 നേതാക്കൾ ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് വാക്കേറ്റമുണ്ടാകുകയും പിന്നീട് അത് വലിയൊരു പ്രചരണം BJP നേതാവ് സിമൻ്റ് നാണു എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ പ്രചരണം ഉണ്ടായി. അവിടെ അങ്ങനത്തെ ഒരു വിഷയം ഇപ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നു.